ആ സമയത്ത് മോഹൻലാലും പിന്നെ പ്രിയദർശന്, മണിയമുള്ള രാജു ഇവരെല്ലാവരും കൂടെ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ വരാറുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഏറ്റവും നല്ല പാട്ടെന്ന് ഞാൻ പറഞ്ഞ അതാ പറയുന്നത്. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുയർത്തു. അവളെ ദൈവം അനുഗ്രഹിച്ച് പഠിച്ച് അവൾ അന്തസ്സായിട്ട് ഇപ്പം പിന്നെ മദ്രാസിലെ ഏറ്റവും വലിയ കോളേജാണ് DG വൈഷ്ണവ് എന്ന് വെച്ചാൽ ഇതുപോലെ പേര് കേട്ട വൈഷ്ണവർ വെച്ച കോളേജാണ്. ഒരു പ്രദേശം മുഴുക്കുകയും കോളേജാണ്. അത്രയ്ക്ക് വലിയൊരു കോളേജിൽ ഇപ്പം വർക്ക് ചെയ്യുക. പിടിയും വലിച്ച് കടുങ്കാപ്പിയും കുടിച്ചോണ്ടായിരിക്കും രാത്രിയെല്ലാം ഉറങ്ങാതെ. ഞാൻ ജോലി ചെയ്യുന്ന ഒരു കോംപ്ലക്സിൽ ഒരു സിനിമ തിയേറ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മറ്റത്തിൽ ബിൽഡിംഗ് എന്ന് പറയും. നമസ്കാരം. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു എന്ന ഗാനം നമുക്കെല്ലാവർക്കും അറിയാം. 1980കളിൽ മനുഷ്യമൃഗം എന്ന സിനിമയിൽ ജയൻ അഭിനയിച്ച് പാടിയ ആ ഗാനം എല്ലാവരും ഏറ്റുപാടി സൂപ്പർ ഹിറ്റാക്കി മാറ്റിയിരുന്നു. ഇന്നും ആ പാട്ട് ഏറ്റുപാടുന്നവരുണ്ട്. എന്നാൽ ഈ ഗാനം എഴുതിയ ആൾ ആരാണെന്ന് ആർക്കും അത്ര നിശ്ചയമില്ല. പാപ്പനംകോട് ലക്ഷ്മണൻ എന്ന അതുല്യനായ പ്രതിഭയാണ് ആ ഗാനം രചിച്ചത്. 165ഓളം സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ആ അതുല്യ പ്രതിഭ മൺമറഞ്ഞിട്ട് ജനുവരി 30-ന് 28 വർഷം പൂർത്തിയാകുകയാണ്. ഒരു കാലത്ത് 1980കളിൽ മലയാള സിനിമയ്ക്ക് ഊടും പാവും നൽകി നിരവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ജയൻ, പ്രേം നസീർ തുടങ്ങിയ അതുല്യരായ വ്യക്തികൾക്ക് നിരവധി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു നൽകിയ പാപ്പനംകോട് ലക്ഷ്മണൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും സിനിമാ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ പെരുവന്താനം എന്ന സ്ഥലത്ത് കഴിയുകയാണ്. ആ കാലത്ത് പുള്ളിക്കാരൻ ഭയങ്കര ബിസിയായിരുന്നു. വീട്ടിൽ ഒരു കാര്യത്തിനും പുള്ളിക്ക് നിൽക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ആർട്ടിസ്റ്റുകളും എല്ലാം ഇങ്ങനെ പുള്ളിയെ കാണാനും എടുക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബിസിയായിരുന്നു അന്നേരം. അത് അങ്ങനെ ആരൊക്കെയാ സിനിമ നടന്മാരും ഒക്കെ വരുമായിരുന്നു? ആ നടന്മാർ പിന്നെ നമ്മുടെ മോഹൻലാലൊക്കെ അന്ന് ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നതേ ഉള്ളൂ, കയറി വരുന്നേ ഉള്ളൂ. ഇതുപോലെ ബിസിയൊന്നും ആയി വലിയ ഇതായിട്ടില്ല. ആ സമയത്ത് മോഹൻലാലും പിന്നെ പ്രിയദർശന്, മണിയമുള്ള രാജു ഇവരെല്ലാവരും കൂടെ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ വരാറുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനുമായിട്ട് ഒരു വലിയ കമ്പനിയായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ വരുമായിരുന്നു, മിക്ക ദിവസങ്ങളിലും വരുമായിരുന്നു. മനുഷ്യമൃഗം, പിക് പോക്കറ്റ് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജയൻ, നസീർ അങ്ങനെയുള്ള താരനിരകൾ വന്നിട്ടില്ലേ? നസീർ സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്, തൊട്ടടുത്താണ്. പിന്നെ ഉമർ സാറും അതിൻ്റെ അടുത്തായിരുന്നു. അതിൻ്റെ അടുത്ത് വീട്ടിലാണ് ഞങ്ങൾ ആദ്യം ചെന്ന് താമസിക്കുന്നത്. പിന്നെ നസീർ സാറൊന്നും അങ്ങനെ വരത്തില്ല, പിന്നെ ഉമർ സാറും വരത്തില്ല. പക്ഷേ ആ സാറിൻ്റെ ഭാര്യയും ഉമർ സാറിൻ്റെ ഭാര്യയും ഞാനും ഒക്കെ ആയിട്ട് വളരെ അടുപ്പവും നല്ല മനുഷ്യരായിരുന്നു. അവരൊക്കെ വലിയ സ്നേഹവും കാര്യമൊക്കെ. ഒരു മുസ്ലിംസ് ആണല്ലോ, പെരുന്നാളൊക്കെ വരുമ്പം വീട്ടിൽ നിന്ന് പലഹാരവും സാധനങ്ങളൊക്കെ കൊടുത്തയക്കും ഞങ്ങൾക്ക്. വല്ല നമ്മുടെ ഓണത്തിന് ഞങ്ങളും പായസമൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ ആയിരുന്നു അവിടെ കഴിഞ്ഞത്. ജയനും വന്നിട്ടുണ്ട്. പിന്നെ മിക്കവാറും മറ്റുള്ള നടന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷമേ ഇപ്പം സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തുടർന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പ്രവർത്തകരുമായിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടോ ഇപ്പോഴും? ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ പുള്ളിയുടെ മരണശേഷം ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. ഒരു 5-6 മാസം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സിനിമാക്കാരുമായിട്ടൊന്നും ഞങ്ങൾ ബന്ധപ്പെടാൻ പോയിട്ടുമില്ല. ഞങ്ങളെ ആരും അന്വേഷിച്ചിട്ടുമില്ല. പിന്നെ ഡയറക്ടർ ജോഷി പുള്ളിക്കാരൻ്റെ ഒത്തിരി പടം ചെയ്ത ഡയറക്ടറാണ്. ജോഷി എറണാകുളത്താണല്ലോ. ജോഷി പിന്നെ ഇടയ്ക്കൊക്കെ എഴുത്തയക്കും, അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തമ്പി കണ്ണന്താനം പിന്നെ ഞങ്ങളുടെ സ്വന്തം എൻ്റെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയായിരുന്നു എനിക്ക് തമ്പി. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ചോറ്റി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള
കുടുംബത്തിലെ ആ പയ്യൻ. അപ്പോൾ തമ്പിയുടെ അച്ഛൻ അവിടെ തമ്പിയെ ഡയറക്ഷൻ പഠിക്കാൻ കൊണ്ടാക്കുന്നത് എന്നെ ഏൽപ്പിച്ചിട്ടാണ്. രാജമ്മ നോക്കിക്കോണം അവനെ ഒന്നും പരിചയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് അടുപ്പമുണ്ട്. പിന്നെ ഉർവശിയാണ് സിനിമ ഈ വരുന്നതിന് മുമ്പുള്ള ബന്ധമാണ് ഉർവശിയുടെ അമ്മയും അച്ഛനും ഞങ്ങൾ തമ്മിലുള്ളത്. അത് ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉർവശിയെ ഞാൻ വിളിക്കും, പിന്നെ കലയും എന്നെ വിളിക്കാറുണ്ട്, പിള്ളേരൊക്കെ എന്നെ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ഇപ്പം ഈയിടെയല്ലേ അവിടെ ആങ്ങള മരിച്ചത്, അതിന് ഉടനെ തന്നെ അവൾ കല എന്നെ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞു. എനിക്ക് ആ സങ്കടത്തിലിരിക്കുമായിരുന്നു ഞാനും. അമ്മയുടെ അവസ്ഥയെ ഓർത്തിട്ട് വല്ലാത്ത വിഷമമുണ്ട് എനിക്ക്. കലാനിലയത്തിൽ വെച്ചാണ് ലക്ഷ്മണൻ ചേട്ടനുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടത്? അതെ, കലാനിലയത്തിൽ ഞാൻ എന്നെ ഡാൻസിന് അവിടെ വെച്ചാണ് മീനച്ചേച്ചി ഉണ്ടല്ലോ, നടി മീനച്ചേച്ചിയും കലാനിലയത്തിലെ ആർട്ടിസ്റ്റായിരുന്നു, ഡ്രാമ. അപ്പം ചേച്ചിക്ക് എന്നെ അന്ന് കണ്ട കാലം തൊട്ട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ കൊച്ചായിരുന്നു അന്ന്, എനിക്ക് 10-13 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ചേച്ചിയുടെ കൂടെ എന്നെ രാത്രി ഉറങ്ങാൻ കിടത്തുന്നതും ഒക്കെ അച്ഛൻ പോയി ചേച്ചിമാരെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞവളെ നോക്കിക്കണേന്നും പറഞ്ഞ് എൻ്റെ അച്ഛൻ അമ്മണി ചേച്ചി, കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ, പുള്ളി കൃഷ്ണനാരി സാറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ എന്നെ ഏൽപ്പിച്ച് വിട്ട് അച്ഛൻ പോരുന്നത്. നമ്മൾ ഈ ലോകപരിചയമൊന്നും ഇല്ലാതെ കൊച്ചല്ലേ, അതും ചോറ്റിയിലല്ലേ നമ്മൾ, ഇത് തിരുവനന്തപുരത്താണ്. അപ്പം പിന്നെ ചേച്ചിമാർ വളരെ സ്നേഹമായിരുന്നു എന്നോട് രണ്ടുപേർക്കും. അന്ന് അദ്ദേഹം ഈ കലാനിലയത്തിന് വേണ്ടിയിട്ട് സൽക്കലാദേവിതൻ ആ പാട്ട് എഴുതുവാൻ പുള്ളിക്കാരൻ്റെ ഏറ്റവും നല്ല പാട്ടെന്ന് ഞാൻ പറഞ്ഞ അതാ പറയുന്നത്. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതം ഉയർത്തു. ഇപ്പോഴും കലാനിലയം അവരുടെ ഉണ്ട്. കലാനിലയം കൃഷ്ണനാരി സാറിൻ്റെ മകൻ അനന്തപത്മനാഭൻ ഇപ്പോഴും ട്രൂപ്പ് നടത്തുന്നുണ്ട്. ഇന്നലെ എന്നെ വിളിച്ചു. അവരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാനവിടെ കലാനിലയത്തിൽ ചെല്ലുമ്പോൾ അവനൊരു 1.5 വയസ്സേ ഉള്ളൂ, പത്മനാഭന്. അവന് ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. മീനച്ചേച്ചിയും ജീവനായിരുന്നു എന്നെ. ഇവിടെ വന്നിട്ട് മദ്രാസിൽ വരുന്നപ്പോഴും ചേച്ചി മരിക്കുന്നവരെ ഞങ്ങൾ പോയി കഴിഞ്ഞ്. പിന്നെ മക്കള് ഈ സിനിമാ മേഖലയ്ക്ക് ഒന്നും വന്നില്ലേ? ആരുടെ? അമ്മയുടെ ചേട്ടൻ്റെ. ആരുടെ? ലക്ഷ്മണൻ ചേട്ടൻ്റെ. നിങ്ങളുടെ മക്കള്? ഇവരോ? ഇല്ല, അത് വേണ്ട. അവളെ ദൈവം അനുഗ്രഹിച്ച് പഠിച്ച് അവൾ അന്തസ്സായിട്ട് ഇപ്പം പിന്നെ മദ്രാസിലെ ഏറ്റവും വലിയ കോളേജാണ് DG വൈഷ്ണവ് എന്ന് വെച്ചാൽ ഇതുപോലെ പേര് കേട്ട വൈഷ്ണവർ വെച്ച കോളേജാണ്. ഒരു പ്രദേശം മുഴുക്കയും കോളേജാണ്. അത്രയ്ക്ക് വലിയൊരു കോളേജിൽ ഇപ്പം വർക്ക് ചെയ്യുക. മകൻ ചെറിയ ജോലിയായിട്ട് ഇവന് പിന്നെ പഠിക്കാനൊക്കെ ഇച്ചിരി മോശമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊച്ചിലെ അവനുണ്ടായിരുന്നു. അതൊക്കെ കാരണം നേരെ പഠിത്തമൊന്നും നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെറിയ ജോലിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. സിനിമാ മേഖലയിലേക്കൊക്കെ മക്കളെ വിടാൻ വേണ്ടി അമ്മ തയ്യാറല്ലായിരുന്നോ? അല്ല, ഞാൻ അതിന് ഒരു താല്പര്യവും എനിക്കില്ലായിരുന്നു. മോളെ ഞാൻ ഡാൻസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിലെ ടീച്ചർമാർ അവിടെ ടീച്ചർ വന്ന് ഡാൻസൊക്കെ പഠിക്കും. അവൾ ഡാൻസ് നന്നായിട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അത് പിന്നെ ചെയ്യും. സിനിമ നമുക്ക് വേണ്ട, അത് സിനിമയായിട്ടൊരു ബന്ധവുമില്ല. ഈ അദ്ദേഹം സിനിമ ഒരുപാട് കഥാപാത്രങ്ങൾ, അതായത് പ്രേംനസീറിനും ജയനും അടക്കം നിരവധി ആളുകൾക്ക് ശക്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അന്ന് എങ്ങനെയാണ്, വീട്ടിലിരുന്നാണോ കഥയൊക്കെ എഴുതുന്നത്? അമ്മയ്ക്കറിയാമോ? വീട്ടിലിരുന്നാ പങ്കുവയ്ക്കാറുണ്ടായിരുന്നോ? കഥയൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കും. ഞാൻ കാപ്പി ഇട്ട് കൊണ്ട് കൊടുക്കും. പിടിയും വലിച്ച് കടുങ്കാപ്പിയും കുടിച്ചോണ്ടായിരിപ്പ് രാത്രിയെല്ലാം ഉറങ്ങാതെ. അങ്ങനെ കഥയൊന്നും ചോദിക്കത്തില്ല. ചിലപ്പം ഞാൻ ചോദിക്കും ഇത് ഏത് കഥയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും. അല്ലാതെ അത്രയ്ക്ക് വേറെ അതിനൊന്നും സമയം കിട്ടത്തില്ല. സീൻ ബൈ സീനുമായി തിരക്കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഡയലോഗ് എഴുതി അങ്ങ് എഴുതുന്ന ഷൂട്ട് ചെയ്യുമല്ലേ. അത്ര തിരക്കായിരുന്നു. രാത്രി കംപ്ലീറ്റ് ഇരുന്ന് എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ അങ്ങനെ ഓർക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഓർക്കുന്നൊന്നുമില്ല. ഇതിഹാസം നല്ല പടമായിരുന്നു. ആരംഭം, ഇതിഹാസം, എവർഷൈൻ്റെ കൊടുങ്കാറ്റ്, അതെല്ലാം വലിയ പടങ്ങളായിരുന്നു, നല്ല പടങ്ങളായിരുന്നു. പിന്നെ ഇത് ജയൻ്റെ മനുഷ്യമൃഗം നല്ല പടമായിരുന്നില്ലേ. അങ്ങനെ കുറേ പേര്, രവി മന്മഥ, നമ്മുടെ ജയഭാരതി അവരുമൊക്കെ അഭിനയിച്ച് നല്ല പടങ്ങളായിരുന്നു എല്ലാം. പിന്നെ ഞങ്ങൾ പുള്ളിക്കാരൻ പോയൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മോള് +2 പഠിക്കുമായിരുന്നു. പഠിത്തം കഴിഞ്ഞ് പിന്നെ പരീക്ഷ
പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് വന്ന് എൻ്റെ നാടെന്ന് പറയുന്നത് മുണ്ടക്കയത്തിൻ്റെ അടുത്ത് ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല മനുഷ്യരും നല്ല സ്നേഹം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ചർച്ച് ഇന്നൊരു അച്ഛൻ വന്ന് എന്നെ അറിയാം. അച്ഛൻ കൊച്ചിലെ എൻ്റെ ഡാൻസൊക്കെ കണ്ടിട്ടുള്ളതാണ്, എന്നെ അറിയാം അച്ഛന്. അപ്പം അവിടുത്തെ ഞങ്ങളിരിക്കുന്ന ആ വീട്ടിലെ അമ്മ അച്ഛനോട് പറഞ്ഞ് ഈ കൊച്ചിനെ അറിയാവോ, ഈ കൊച്ചു നല്ല ഡാൻസുകാരിയായിരുന്നു അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം അച്ഛൻ, ചേച്ചിയുടെ ഡാൻസ് ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട്, ചേച്ചി ഡാൻസിന് ഇറങ്ങണം, പിള്ളേരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞ് പിന്നെ അച്ഛൻ അവിടുത്തെ പള്ളിയിൽ പെരുന്നാളിന് കളിക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ച്. അതുവരെ എനിക്ക് ഡാൻസൊന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ശരിക്കും ഈ ഡാൻസിലിറങ്ങാം, അതൊരു ജീവിതമാർഗമാക്കാം ഒന്നും ചിന്തിച്ചില്ല. എന്ത് ചെയ്യുമെന്നുള്ളത് ആ സമയം വരെ എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല, ക്വസ്റ്റ്യൻ വന്നില്ല. ആ അവസ്ഥയാണ് നമ്മുടെ, വന്നതിന് മറുപടി ഇല്ല, അതാണ്. അപ്പോൾ ഈ ഡാൻസ് അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഈ ഡാൻസ് ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ഭഗവാൻ തന്നു അപ്പോൾ ആവശ്യത്തിന്. അങ്ങനെ ഞാൻ പോയി ആ മഠത്തിൽ പോയി ആ 10-16 പിള്ളേരെ വെച്ചൊരു ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ച് പള്ളിയിലെ പെരുന്നാളിന് പിള്ളേരെ അവിടെ അത് അവതരിപ്പിച്ച് അത് കണ്ട് അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്ന് എന്നെ വിളിച്ച് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഡാൻസ് ക്ലാസ് ഉപജീവനമാർഗം അതായി. ചെന്നൈയിൽ നിന്ന് വീടെല്ലാം വിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ഞങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഊണും ഉറക്കവും ഇല്ലാതെ ഇതിലിരുന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിയും പകലും എല്ലാം ഈ ചെയറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ മകനായ ഗോപികൃഷ്ണനാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ഗോപികൃഷ്ണൻ ചേട്ടൻ സിനിമയിലേക്കൊന്നും പിന്നീട് പോയില്ലേ? പിന്നെ പോയില്ല. അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു, അതുപോലെ അച്ഛനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്കും ഞങ്ങൾ രണ്ടുപേരും പോയില്ല. പിന്നെ പെങ്ങൾ വന്ന് ഡാൻസിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ ഒന്ന് ഇവിടെ മെറിൻ കോളേജിലാണ് പെങ്ങൾ പഠിച്ചിറങ്ങി. പിന്നെ വന്ന് അച്ഛൻ്റെ മരണശേഷം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവുമായിരുന്നു ഇവിടെ. ഈ 1980 കാലഘട്ടത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയ വ്യക്തിയാണ്. അപ്പോൾ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഒരുപാട് നടന്മാരൊക്കെ നിങ്ങളുടെ വീട്ടിലും ലൊക്കേഷൻ സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ ആദ്യത്തെ പടം വന്ന് പിക്ക് പോക്കറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കായംകുളം ചെന്നൈയുടെ മകൻ, മുറ്റത്തുമില്ല, പിന്നെ അതുപോലെ വന്ന് മിനിമോള്, പിന്നെ ഇത്തിക്കരപ്പക്കി, ജൻപുലിംഗം, ഇതിഹാസം, ആരംഭം, മൂർഖൻ, മനുഷ്യമൃഗം, കൊടുങ്കാറ്റ്, പിന്നെ 7 മുതൽ 9 വരെ, പിന്നെ അതുപോലെ ഇത് മുളമൂട്ടിലടിമ, പിന്നെ അവസാനം എഴുതിയ പടം വന്ന് കടലോരക്കാറ്റ്, സ്തംഭികാനന്ദത്തിന്, പിന്നെ തീനാളം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു തീനാളങ്ങൾ. അത് 80-ൽ പ്രൊഡ്യൂസ് ചെയ്ത പടം. ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന പടത്തിൽ സംഗതി. സി എ പോള്, ജയന്, പിന്നെ അതേപോലെ വന്ന് ജനാർദ്ദനൻ, പിന്നെ അതേപോലെ മഞ്ജൂർ രാധ, പിന്നെ ഷീല, സീമ, പിന്നെ ദീപ്തി എന്ന് പറഞ്ഞ പുതിയ നടി, ദീപ എന്ന് പറയുന്ന പുതിയ നടിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഒരുപാട് സിനിമകൾ ഇപ്പം മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്തിരുന്നോ? മോഹൻലാലിൽ വന്ന് 7 മുതൽ 9 വരെ, പിന്നെ അതുപോലെ വന്ന് കുരിശുദ്ധം, കൊലകൊമ്പൻ, പിന്നെ താവളം, പിന്നെ കാളിയമർദ്ദനം, പിന്നെ മുളമൂട്ടിലടിമ. മമ്മൂട്ടിയെ വെച്ചിട്ട് ശംഖുനാഥ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ വന്ന് കൊടുങ്കാട്ടിൽ ഒരു ചെറിയ വേഷം മമ്മൂട്ടി എഴുതിയിട്ടുണ്ട് അതിൽ. ഒരുപാട് ഗാനങ്ങളും അതിന് പുറമെ ഗാനങ്ങൾ പുള്ളിക്കാരൻ വന്ന് കസ്തൂരിമാൻ വഴി, അതുപോലെ വന്ന് സൂപ്പർ ഹിറ്റ് ആണല്ലോ, എല്ലാവരും പാടി നടക്കുന്ന. അത് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. പിന്നെ അതേപോലെ വന്ന് പഴമ കോയിലെ പാൽക്കാവടി, പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ മനുഷ്യപുത്രന്മാർ, പിന്നെ അതുപോലെ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്വരങ്ങൾ ഇതിൽ മഹാബലിയിൽ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ ചെന്നൈയിൽ മഹാബലിപുരത്തായിരുന്നു താമസം? അതെ, മാലിംഗപുരത്തായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്.
അവിടെ വന്ന് പ്രേം നസീറും ഉമർ സാറും പിന്നെ വന്ന് മാധവി, ശാരദ, ഇവരൊക്കെ ഞങ്ങളുടെ അയൽവാസികൾ ആയിരുന്നു അവർ. പിന്നെ അച്ഛൻ വന്ന് കഥ എഴുതുന്ന വീട്ടിൽ ഇരുന്ന് തന്നെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വന്ന് അടുത്ത് ചെല്ലുകയും ചെയ്യും. പുള്ളി ഭയങ്കര ബിസിയാണ്, നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. പുള്ളി മൊത്തം വന്ന് സ്ക്രിപ്റ്റിൻ്റെ പുറകിലായിരിക്കും. ഈ ശരിക്കും 2 തലമുറയിലുള്ള സിനിമാക്കാരെ മലയാള സിനിമയ്ക്ക് നല്ല എന്താ പറയുക ഒരു ഇത് നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ സിനിമാ നടന്മാരുമായിട്ട്? ഇപ്പോൾ ആരായിട്ടും ഒരു ബന്ധവും ഇല്ല നമുക്ക്. നമ്മൾ വന്ന് ചുരുക്കത്തിൽ ഒതുങ്ങി കൂടുക നാട്ടിൽ തന്നെ സംഗതി. ഇതായിട്ട് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു കോംപ്ലക്സിൽ ഒരു സിനിമ തിയേറ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മറ്റത്തിൽ ബിൽഡിംഗ് എന്ന് പറയും. RD സിനിമാസിൽ കോംപ്ലക്സിലൊരു തിയേറ്ററുണ്ട്, RD സിനിമാസ് എന്ന്. മറ്റത്തില്ല, അവരുടെ അത് കോംപ്ലക്സ്. അവിടെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ. ഈ ജയനെയൊക്കെ ചേട്ടൻ അന്ന് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ? ജയനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുഞ്ഞാ സംഗതി, അവൻ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വേറെ ആരെങ്കിലും? പ്രേം നസീറിനെ കണ്ടിട്ടുണ്ട്, മധുവിനെ കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ ഉമറിനെ, KP ഉമറിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് കൊല്ലം GK പിള്ള, ജനാർദ്ദനൻ, പിന്നെ ഇഷ്ടംപോലെ നടൻ ആർട്ടിസ്റ്റിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.